വയനാട്ടിലെ ദുരന്ത സ്ഥലത്തേക്ക് സിനിമാ താരം മോഹൻലാൽ എത്തി. എന്നാൽ മോഹൻലാൽ അവിടെ വന്നത് പ്രച്ഛന്നവേഷം നടത്താൻ വേണ്ടിയാണോ, അല്ലെ പ്രച്ഛന്നവേഷമാണോ അവിടെ നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശ്രദ്ധയിൽപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നവരാരാ ശ്രദ്ധിച്ചായിരുന്നോ? ആരാന്ന് ശ്രദ്ധിച്ചില്ല. പേരുകൾ ശ്രദ്ധിച്ചായിരുന്നോ വിമർശിക്കുന്നവരുടെ? അത് പറയാതെ നിവർത്തിയില്ല. മോഹൻലാലിനെ വിമർശിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർ ഏത് വിഭാഗമെന്ന് ഞാൻ പറയുന്നില്ല, അത് സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ആരെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? സന്നദ്ധ പ്രവർത്തകരും സൈനികരും. ഇന്ത്യൻ സൈന്യമാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ഏത് വിഭാഗമാണെന്നറിയോ? മദ്രാസ് റെജിമെൻറ്റ്. മദ്രാസ് റെജിമെൻറ്റ് 122 ഇൻഫൻട്രി ബറ്റാലിയൻ, കണ്ണൂർ ടെറീസ് എന്ന് പറയും, ടെറിട്ടോറിയൽ ആർമിയുടെ യൂണിറ്റ്. അവരാണ് അവിടെ ആദ്യം എത്തിയത്. ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞാൽ എന്താ? അത് പറയാം. ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണലാണ് മോഹൻലാൽ. മോഹൻലാൽ ഉൾപ്പെട്ട സേനയാണ് 122 ഇൻഫൻട്രി ബറ്റാലിയൻ, കണ്ണൂർ ടെറീസ് എന്ന് പറയുന്ന സേനാ വിഭാഗം. അവരാണ് കണ്ണൂർ ആദ്യം എത്തിയത്. അവരാണ് അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തി, രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സേനയിൽ അംഗമാണ് മോഹൻലാൽ. അതിൻ്റെ കേണലാണ്, ലഫ്റ്റനൻറ്റ് കേണലാണ്. അതിൻ്റെ ലഫ്റ്റനൻറ്റ് കേണലായ മോഹൻലാൽ പിന്നെ എങ്ങനെയാണ് മുണ്ടും മടക്കി കുത്തിപ്പോണം? അപ്പോൾ ഇത് അവിടെ ചെന്നത് മോഹൻലാൽ ആയതുകൊണ്ട് പ്രശ്നമാണ്. മോഹൻലാൽ ആയതുകൊണ്ട് പ്രശ്നം എന്ന് പറയുന്നത് സിനിമാ നടനായതുകൊണ്ടല്ല. മമ്മൂട്ടി എന്ന പ്രശ്നം ഉണ്ടാവില്ലല്ലോ, ഫഹദ് എന്ന പ്രശ്നം ഉണ്ടാവില്ല, മുരളി എന്ന പ്രശ്നം മുകേഷ് എന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ സിനിമാ നടന്മാരിൽ മോഹൻലാൽ ചെന്നാലാണ് പ്രശ്നം. ഉണ്ണിമൂന്നൻ ചെന്നാലും പ്രശ്നമാവും. കാരണം അവരുടെ പേരാണ് പ്രശ്നം. ഇപ്പം മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സൈനിക യൂണിറ്റാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെ ലഫ്റ്റനൻറ്റ് കേണലായ മോഹൻലാൽ അവിടെ ചെല്ലുന്നത് യൂണിഫോമിലാണ് ചെല്ലേണ്ടത്, അല്ലേ? അതിനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കുഷ്ഠം പിടിച്ച മനസ്സാണ്. കേരളത്തിലെ ചില വിഭാഗങ്ങളുടെ, സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞാൽ നാളെ സുരേഷ് ഗോപി പോകുന്നുണ്ട്. അദ്ദേഹം വൈറൽ ഫീവർ പിടിച്ച് അവശനായി കിടന്ന സുരേഷ് ഗോപി നാളെ രാവിലെ 6 മണിക്ക് കരിപ്പൂർ ഇറങ്ങി 8 മണിക്ക് വയനാട്ടിലെത്തും. സുരേഷ് ഗോപിയുടെ ഇത് പറയും. കാരണം കേരളത്തിൻ്റെ മനസ്സിൽ, കുറേ ആളുകളുടെ മനസ്സിൽ കുഷ്ഠം പിടിച്ചിട്ടുണ്ട്. ഇവർ തന്നെ മാറിയിരുന്ന് പറയും, ഇവരെ വിമർശിച്ചാൽ, അയ്യോ ദുരന്തം വരുമ്പം ഇങ്ങനെ പറയല്ലേ, ജാതി പറയല്ലേ, മതം പറയല്ലേ, രാഷ്ട്രീയം പറയല്ലേ എന്ന് പറയും. എന്നാൽ ഇവർ തരക്കം കിട്ടുമ്പോഴൊക്കെ ഇത് തന്നെ പറയും. ഇപ്പം നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി ഇല്ലേ, ആരാ, ക്രിക്കറ്റർ അല്ലേ? ധോണിയും മോഹൻലാലിനെ പോലെ ഒരു ലഫ്റ്റനൻറ്റ് കേണലാണ് ടെറിട്ടോറിയൽ ആർമിയുടെ. എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നറിയാമോ? ടെറിട്ടോറിയൽ ആർമിയിലേക്ക് ആളുകൾ വരാൻ വേണ്ടിയിട്ടാണ്, ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ടെറിട്ടോറിയൽ ആർമി എന്താണെന്ന് പറയുമ്പോൾ മനസ്സിലാവും. പക്ഷെ മോഹൻലാൽ വെറുതെ അല്ലല്ലോ അവിടെ പോയത്. മോഹൻലാൽ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? മോഹൻലാൽ അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ഉണ്ട്, 3 കോടി രൂപ പ്രഖ്യാപിച്ചു. സ്പോട്ട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ആ തകർന്നു പോയ സ്കൂള് പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഇപ്പം തന്നെ 3 ലക്ഷം കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. മോഹൻലാലിൻ്റെ സ്വന്തം സംഘടനയാണ്. അദ്ദേഹത്തിൻ്റെ പണം, അദ്ദേഹം അഭിനയിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് കേരളത്തിലെ 3 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ചെലവ് നൽകുന്നുണ്ട്. ആ മോഹൻലാൽ അവിടെ പോയിട്ട് അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണൽ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സേനാ വിഭാഗം അവിടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ അവിടെ ജോലിയെടുത്ത് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ധോണിയെയും മോഹൻലാലിനെയും പോലെയുള്ള ആളുകളെ ഈ സേനയിൽ ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി മോഹൻലാൽ അവിടെ ചെല്ലുമ്പോൾ അതിനെ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് ഞാൻ പിന്നെയും പറയട്ടെ, കുഷ്ഠം പിടിച്ച കുറേ നികൃഷ്ട ജീവികൾ കേരളത്തിലുണ്ട്. അവരാണ്. മോഹൻലാൽ എന്നിട്ട് ഇത്രയും കാര്യം ചെയ്തല്ലോ. കേരളത്തിൽ എത്ര പേർ ഇതൊക്കെ ചെയ്തു? അപ്പോൾ ഇവിടെ വെറുതെ വീട്ടിലിരുന്ന് മഴ പോലും നനയാതെ വീട്ടിലിരുന്ന് TV കണ്ട് മൊബൈലെടുത്ത് വിഷം വമിപ്പിക്കുന്ന കുറേ ആളുകൾ കാണിക്കുന്ന കുൽസിത വൃത്തികളാണ്. ഇതിനെ അപലപിക്കാൻ ആരും വരത്തില്ല. കാരണം ഇവരുടെ ഒരു മനോരോഗമാണ്. ഇവർക്ക് ഒരു വിഭാഗം ആളുകളെ, മോഹൻലാൽ എന്ന് തുടങ്ങിയ ആളുകളുടെ പേര് കാണുമ്പോൾ ചൊറിഞ്ഞു പൊട്ടുകയാണ്, കുരുപൊട്ടുകയല്ല, കുഷ്ഠം പൊട്ടി ഒലിക്കുകയാണ്. അവർക്ക് മോഹൻലാലിനെ കണ്ടുകൂടാ, സുരേഷ് ഗോപിയെ കണ്ടുകൂടാ, ഉണ്ണിമൂന്നിനെ കണ്ടുകൂടാ. ഇനി ഒരു ഹിന്ദു ആയിട്ടുള്ള പേരാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. ചില ആളുകൾക്ക് അത് പൊതുരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സെലിബ്രിറ്റി ആണെങ്കിൽ അത് അസഹ്യമായി പൊട്ടിയൊലിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ. ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണലായ മോഹൻലാൽ അവിടെ എത്തിയതിൻ്റെ പേരിൽ പ്രച്ഛന്നവേഷം
കെട്ടി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഈ ആളുകളാണ് കേരളത്തിൽ വയനാടുണ്ടായ ദുരന്തത്തെക്കാളും കൊടിയ ദുരന്തമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവർക്ക് വർഗീയതയല്ലാതെ മറ്റൊന്നുമില്ല. ഇവരെ പറഞ്ഞാൽ ഇവർ ഇരവാദം ഉയർത്തും. ഇവരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിലവിളിയാണ്, ആക്ഷേപമാണ്. അത് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്രമണമാണ്, ടെലഫോണിൽ തെറിയാണ്. ഇതാണ് ഇവരുടെ സഹജഭാസന. ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെയാണ്. ഞങ്ങൾ എന്ത് തോന്നിയാസവും കാണിക്കും. എന്നാൽ ഞങ്ങളെ ആരെങ്കിലും ഒന്ന് പിച്ചിയാൽ അയ്യോ കൊല്ലുന്നേ ഇരവാദം കൊണ്ട് നടക്കും. അപ്പം നോക്കൂ, ഇവരെ ഒന്ന് വിമർശിച്ച് നോക്കൂ. ഇവരെ ആരെങ്കിലും ഒട്ടനെ ഇവിടുത്തെ സപ്പോർട്ടഡ് സാംസ്കാരിക നായകർ, രാഷ്ട്രീയക്കാരൊക്കെ വരും. മോഹൻലാലിനെതിരെയുള്ള സൈബർ ആക്രമണം മോശമാണെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയില്ല. അതാണ് കേരളം അങ്ങനെ ആയിപ്പോയി. വലിയ കഷ്ടമാണ്. അവിടെ പോയി നമ്മുടെ സേനയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് അതിൻ്റെ ഭാഗമായ ഭടൻ, ഉത്തരവാദപ്പെട്ട ലഫ്റ്റനൻറ്റ് കേണൽ അവിടെ പോയതിനെ അപഹസിക്കുന്ന മലയാള നാട്ടിലെ ഒരു കൂട്ടം നെറികെട്ട വർഗീയ ഭ്രാന്തന്മാരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വേണം പറയാം എത്ര ഇടിയും വെറുതെ പാഴായി പോകുന്നു. കാരണം ഇതൊക്കെയാണ് വർഗീയ. എന്നിട്ട് ഇവരൊക്കെയാണ് ജനാധിപത്യം, സ്വാതന്ത്ര്യം, മതേതരത്വം, അഭിപ്രായ സ്വാതന്ത്ര്യം, വർഗീയതയ്ക്കെതിരെയുള്ള എന്നൊക്കെ പറഞ്ഞ് വർഗീയതയ്ക്കെതിരെയുള്ള പോസ്റ്റ് വിടും. കഷ്ടമാണ്. യഥാർത്ഥം ഇപ്പം ഈ കള്ളൻ കട്ടോണ്ട് കള്ളൻ എന്ന് പറഞ്ഞ് ഓടുന്നത് പോലെയാണ്. കള്ളൻ മോഷ്ടിച്ചിട്ട് കള്ളൻ പറയുകയാണ് കള്ളൻ ഓടി, പിന്നെ ആളെല്ലാം അയാളുടെ കൂടെ ഓടിക്കൊള്ളും. കള്ളനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന പോലെയാണ് മതേതര കേരളത്തിലെ മതഭ്രാന്തന്മാരുടെ സമീപനമെന്ന് തുറന്നു കാട്ടുന്ന ഒന്നായി ഇന്നത്തെ ഈ മോഹൻലാലിനെതിരെയുള്ള ആക്രമണം. അതിൻ്റെ കൂടെ കുറേ സൈബർ കമ്മികളും കൂടിയിട്ടുണ്ട്. മലയാളത്തിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഒരാളും നടന്മാരല്ല, അവരെ അംഗീകരിക്കത്തില്ല. ഇത് കുറേ കാലമായിട്ടുള്ള നമുക്ക് താല്പര്യമുള്ള നടന്മാരോ നടിമാരോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരെ കൊണ്ടാടും. അവർക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടാവണമെങ്കിൽ പേര്, അഭിനയിക്കുന്ന സിനിമകൾ, സംവിധാനം, ആരുടെ സിനിമയാണ്, സിനിമയുടെ കഥ, അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ചില നടന്മാരും നടിമാരും സംവിധായകരും പ്രവർത്തകരൊക്കെ ഉണ്ട് എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. എന്നിട്ട് അവർ പറയും കല എല്ലാവർക്കും ഉള്ളതാണെന്ന് പറയും. എന്നാൽ താങ്കൾക്ക് ഇഷ്ടമില്ലാത്തവർ അതിനെ സൈബർ അറ്റാക്ക് നടത്തി ആക്രമിച്ച് തരിപ്പണമാക്കാൻ ശ്രമിക്കും. ഇതാണ് കുറേ കാലമായിട്ട് നടക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഈ ടെറിട്ടോറിയൽ ആർമിയെക്കുറിച്ച് പറയാം. ടെറിട്ടോറിയൽ ആർമിയെക്കുറിച്ച് പറയും മുമ്പ് ഒരു കാര്യമായിട്ട് പറയാം. മോഹൻലാലിന് മറ്റൊരു തരത്തിൽ കൂടി ഇന്നവിടെ പോകാൻ അവകാശമുണ്ട്. കാരണം അദ്ദേഹം അഭിനയിച്ച അതിപ്രശസ്തമായൊരു സിനിമയുണ്ട്, കീർത്തിചക്ര സിനിമ ഇറങ്ങിയിട്ട് ഇത് 18 വർഷമായി. 18ാമത്തെ വർഷമാണ്. അപ്പോൾ അത് നമ്മുടെ സിനിമയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവേശവും അഭിമാനവും ഉണ്ടാക്കിയ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് മേജർ മഹാദേവൻ, അല്ലേ? നമ്മളാകെ ആവേശപൂർവ്വം കണ്ടതാണ്. രാജ്യസ്നേഹം, ദേശാഭിമാനം, സൈന്യത്തോടുള്ള കൂറ് ഒക്കെ നമ്മളിൽ ഉണർത്തിയ സിനിമയാണ്. ആ സിനിമയിലെ നായകനും കൂടിയാണ് മോഹൻലാൽ. ഏതായാലും ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന നടൻ മോഹൻലാലിനെ ഇന്ന് സൈബർ ബുള്ളിങ് നടത്തിയ മുഴുവൻ ഭ്രാന്തന്മാരെയും നമുക്ക് അപലപിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി നമുക്ക് ചോദിച്ച ചോദ്യം പറയാം. ഈ ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സേനയ്ക്ക് തത്തുല്യമായ റാങ്കും ഒക്കെയുള്ള പദവികളൊക്കെ നൽകുന്ന ഒരു സേനയാണ്. പക്ഷേ ഇന്ത്യൻ സേനയെ പോലെ പൂർണ്ണസമയ സേനയല്ല, പൂർണ്ണസമയം സൈനികനല്ല. ടെറിട്ടോറിയൽ ആർമിയിൽ ചേരണമെങ്കിൽ തന്നെ പറയുന്ന ഒരു വ്യവസ്ഥ നിങ്ങൾക്ക് മറ്റ് ജോലി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ശരി. മറ്റ് ജോലിയുള്ള ആളുകൾ വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു സഹായ ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്ന് പറയാം. സഹായ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൻ്റെ ഒരു പാരലൽ ഗ്രൂപ്പാണ്, സമാന്തര സേവനമാണ്. ടെറിട്ടോറിയൽ ആർമിയിൽ ചേരണമെങ്കിൽ 18 to 42 വയസ്സിലുള്ള ഇടയ്ക്കുള്ള ആളുകൾക്ക് ചേരാം. ബിരുദം മതി. പക്ഷേ അവർക്ക് മറ്റ് ജോലി ഉണ്ടാവണം, അല്ലെങ്കിൽ സ്വയം തൊഴിലുണ്ടാവണം. വർഷത്തിൽ 2 മാസം നിർബന്ധമായ സൈനിക സേവനം നടത്തണം. അപ്പോൾ പ്രധാനമായും പ്രകൃതി ദുരന്തം, മറ്റ് സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ സഹായിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ടെറിട്ടോറിയൽ ആർമി ഇടപെടുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും, കാർഗിൽ ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിൽ ടെറിട്ടോറിയൽ ആർമി പങ്കെടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് രാജ്യത്ത് ഈ പറഞ്ഞ പോലെ അവരുടെ ഈ ഒരു സൈനിക സേവനത്തോട് ആളുകൾക്ക് ആഭിമുഖ്യമുണ്ടാകാനും ഒരു സിവിൽ ഡിഫൻസ് പോലെ ഇന്ത്യൻ സൈന്യത്തിന് സഹായമായി നിൽക്കാൻ വിഭാവനം ചെയ്യുന്ന തരത്തിലാണ് ഈ നമ്മുടെ ടെറിട്ടോറിയൽ ആർമിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനൊപ്പം ഈ ആർമി ചീഫിൻ്റെ ഡയറക്ടർ ജനറലുണ്ട്. ആർമി ചീഫിൻ്റെ കീഴിൽ തന്നെയാണ് ടെറിട്ടോറിയൽ ആർമി പ്രവർത്തിക്കുന്നത്. ഒക്ടോബർ 9 TA ഡേ, ടെറിട്ടോറിയൽ ആർമി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ സാവധാനി ബാ ശൂർത, ജാഗ്രതയും വീര്യവും, വിജിലൻസും വീര്യവും, ഇതാണ് വിജിലൻസും ജാഗ്രതയും വീര്യവും. സാവധാനി ബാ ശൂർത എന്നാണ് ടെറിട്ടോറിയൽ ആർമിയുടെ വാർക്രൈ. ഇപ്പോൾ നമുക്ക് ബ്രഹ്മോസ്
ഉണ്ട്, നമ്മുടെ യൂണിറ്റ് ഉണ്ട്. അവരുടേത് സ്വാമി എ ശരണമയ്യപ്പ എന്നാണ്. ഏറ്റവും അവസാനം ഉണ്ടായ ഒരു യൂണിറ്റാണ് നമ്മുടേത്, സൈന്യ റെജിമെൻ്റാണ്. അപ്പോൾ ഈ ഓരോ സേനാ വിഭാഗങ്ങൾക്കും പ്രത്യേകമായ വാർ ക്രൈസ് ഉണ്ട്. അപ്പോൾ ടെറിട്ടോറിയൽ ആർമിക്ക് ഇന്ത്യൻ പട്ടാളക്കാരെ പോലെ ശമ്പളമില്ല. കാരണം അവർ മറ്റു ജോലികൾ ചെയ്യുന്നവരാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന CISF പോലെയുള്ള സുരക്ഷാ ജീവനക്കാർ, ഇന്ത്യൻ റെയിൽവേയിൽ RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തുടങ്ങിയവയിൽ നിന്ന് വിരമിച്ച ആളുകളെ ടെറിട്ടോറിയൽ ആർമിയിൽ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ അതിൽ ചുമതലക്കാരായിട്ട് അതിൻ്റെ തലപ്പത്ത് വരുന്നതൊക്കെ ആർമി പൂർണ്ണ സമയ ആർമി ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും. ആർമിക്ക് സമാനമായ പരിശീലനം എല്ലാം നടക്കുന്നുണ്ട്. ആർമിക്ക് ശമ്പളവും ഗ്രാറ്റുവിറ്റിയും പെൻഷനും ഒഴികെ ഇന്ത്യൻ ആർമിക്ക് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ടെറിട്ടോറിയൽ ആർമിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സേനാ വിഭാഗം തന്നെയാണ്, പക്ഷേ ഒരു സിവിൽ ഡിഫൻസിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു സേനയാണ്. ഇന്ത്യൻ ആർമിയെ സഹായിക്കുന്നതാണ്, ഇന്ത്യൻ ആർമിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സേനയാണ്. അതുകൊണ്ടാണ് നിർബന്ധിത ഉണ്ട്, എല്ലാ വർഷവും 2 മാസം നിർബന്ധിത സേവനം വിത്ത് പേ ആണ്, ശമ്പളത്തോടൊപ്പം ശമ്പളം ഉണ്ട് അതിന്. അപ്പോൾ ഇന്ത്യ ആർമി ചെയ്യുന്ന എല്ലാ പരിശീലനങ്ങളും എല്ലാ വർഷവും 2 മാസം ടെറിട്ടോറിയൽ ആർമിക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു സമാന്തര സേന തന്നെയാണ്. ഇപ്പോൾ NCC ഒക്കെ പോലെയാണെന്ന് പറയാം. NCC വിദ്യാർത്ഥികളായിരിക്കണം എന്ന് പറയുന്നത് പോലെ അത് NCCയോട് താരതമ്യപ്പെടുത്തി ഞാൻ ലഘൂകരിക്കുകയല്ല. NCC അങ്ങനെയാണല്ലോ, വിദ്യാർത്ഥികളായിരിക്കണം പക്ഷേ അവർ നിർബന്ധിത സേവനമൊന്നും ചെയ്യണ്ട, വേണ്ട. ട്രെയിനിങ്ങിന് ക്യാമ്പുകൾക്കൊക്കെ പോകണമെന്നില്ല. പക്ഷേ ഇത് നിർബന്ധിതമായ 2 മാസം സമ്പൂർണ്ണ പരിശീലനം. അത് ആർമി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലുള്ള എല്ലാ പരിശീലനം. അപ്പോൾ ഒരാവശ്യം വന്നാൽ ഉപയോഗപ്പെടുത്താവുന്ന സേനയാണ്. നമ്മുടെ ഇവിടെ ശ്രീലങ്കയിൽ പോയ പീസ് കീപ്പിംഗ് ഫോഴ്സിൽ ഉൾപ്പെടെ ടെറിട്ടോറിയൽ ആർമി ഉണ്ടായിരുന്നു. കാർഗിൽ യുദ്ധത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സേന തന്നെയാണ്. ഏതായാലും ടെറിട്ടോറിയൽ ആർമിയുടെ 122 ഇൻഫൻട്രിയാണ് നമ്മുടെ വയനാട്ടിൽ ആദ്യമെത്തി. കണ്ണൂർ ടെറി അങ്ങനെ പറയുന്നത്. ടെറിട്ടോറിയൽ ആർമിയുടെ കണ്ണൂർ ടെറിയാണ് ആ യൂണിറ്റ്. മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലാണ് ഈ ടെറിട്ടോറിയൽ ആർമിയുടെ 122ാം ഇൻഫൻട്രിയും. അവരാണ് ആദ്യം എത്തിയത്, അവരാണ് ഇവിടെ സേവനം ആരംഭിച്ചത്. കാരണം കണ്ണൂരിൽ നിന്ന് എത്താൻ എളുപ്പമാണല്ലോ. അപ്പോൾ നമ്മുടെ സൈന്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നു. അതിന് ആവേശം പകർന്നു കൊടുക്കാനാണ് മോഹൻലാൽ എത്തിയത്. അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയുടെ ലഫ്റ്റനൻറ്റ് കേണലാണ്. അവിടെ എത്തിയ മോഹൻലാലിനെ ആക്ഷേപിക്കുക വഴി ഈ കൂട്ടർ ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ആർമിയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്, മറ്റാരെയല്ല. മോഹൻലാലിനെയല്ല നിങ്ങൾ സൈബർ ബുള്ളിങ് നടത്തുന്നത്, ഇന്ത്യൻ പട്ടാളത്തെയാണ്. മറക്കരുത്. കാരണം ഇന്ത്യൻ പട്ടാളത്തോടും ഈ കൂട്ടർക്ക് പരമപുച്ഛമാണ്. കാരണം ഇന്ത്യൻ പട്ടാളം ഇവരുടെ പല ലക്ഷ്യങ്ങൾക്കും തടസ്സമാണ്. പറയാതെ തരവില്ല, ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്ന് മോഹൻലാൽ അവിടെ എത്തിയപ്പോൾ നടത്തിയിട്ടിരിക്കുന്ന ആക്ഷേപം. അദ്ദേഹം പട്ടാളക്കാരനാണ്, പട്ടാളത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ സന്ദർശിക്കാം. അവിടെ സന്ദർശിച്ച് അദ്ദേഹം വലിയ ഓഫറാണ് നൽകി. ആ സ്കൂൾ പുനർനിർമ്മിക്കും 3 കോടി രൂപയുടെ സഹായവും പ്രഖ്യാപിച്ചു. അങ്ങനെയുള്ളൊരു മനുഷ്യനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം മലയാളിയും ലജ്ജിച്ച് തല താഴ്ത്തണം. അതുകൊണ്ടാണ് നമ്മൾ രൂക്ഷമായി ആദ്യം പ്രതികരിച്ചത്. വളരെ കഷ്ടമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ആളുകൾ, പല ആളുകൾ ഇങ്ങനെ വർഗീയ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് എല്ലാത്തിനെയും ഇങ്ങനെ കാണുന്നതെന്ന് അറിയില്ല. വലിയ കഷ്ടമാണ്. ഏതായാലും ഇന്ത്യൻ സേനയ്ക്ക് മോഹൻലാലിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം.